ഇത് പ്രമുഖ മാധ്യമപ്രവർത്തകൻ പൈതൃക ലേഖകൻ കൂടിയായ ശ്രീ ജെ ഗോപികൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായിരിക്കുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലായിരിക്കുന്നു, മമതാ ബാനർജി മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നു എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതിക്കൂട്ടിലായി എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ സമരം ചെയ്യുന്നവർക്കിടയിലേക്ക് സമരാനുകൂലികൾ എന്നുള്ള രീതിയിൽ, സമരാനുഭാവികൾ എന്നുള്ള നിലയ്ക്ക് വലിയൊരു ആൾക്കൂട്ടം വരികയും ആ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരെ ഞങ്ങൾ ധാർമ്മികമായി ആത്മരോഷം കൊണ്ട് ആശുപത്രി തല്ലി തകർക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ പിറകിൽ എന്തായിരിക്കാമെന്നാണ് ഇത്രയും കാലത്തെ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് തോന്നുന്നത്, ശ്രീ ഗോപികൃഷ്ണൻ? ഈ കേസിൽ കൊൽക്കത്ത പോലീസ് തുടക്കം മുതൽ തന്നെ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അത് ഇന്ന് കൽക്കത്ത ഹൈക്കോടതിയിൽ നടന്ന വാദങ്ങൾ കൽക്കത്ത പോലീസ് കമ്മീഷണറെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികളെക്കുറിച്ചും ഇതുപോലുള്ള മറ്റൊരു കേസിൽ അദ്ദേഹം അനുവർത്തിച്ച നടപടികൾ കാരണം ഹൈക്കോടതിയിൽ നിന്ന് വേറൊരു കേസിൽ പ്രതികൾ രക്ഷപ്പെട്ടു പോയതുമൊക്കെ വാദമുഖത്ത് വന്നതാണ്. ആ വാദമുഖങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് CBIക്ക് കേസ് വിട്ടത്. ആദ്യം കൽക്കട്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത്, ഇത് നഗരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് RG കർ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത്, ആദ്യം തന്നെ പോലീസ് ഇത് സൂയിസൈഡ് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ കരളലിയിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ അനുഭവിച്ച കാര്യങ്ങൾ, പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നെഗറ്റിവിറ്റി, അതിനുശേഷം ആ കോളേജ് പ്രിൻസിപ്പലിന്റെ സ്വഭാവം, ആ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വേറൊരു കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് പോസ്റ്റ് കൊടുക്കുക ചെയ്തു. അദ്ദേഹം ആ പെൺകുട്ടിയെ, കൊല്ലപ്പെട്ട പെൺകുട്ടിയെ എന്തിനാ സെമിനാർ ഹാളിൽ പോയി കിടന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കുട്ടിയുടെ പേരിൽ കുറ്റം ചാർത്താനാണ് ശ്രമിച്ചത്. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഒരു സിവിൽ വോളണ്ടിയർ, അതായത് നമ്മുടെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ, പെർമനന്റ് സ്റ്റാഫ് അല്ല, അപ്പം ഭരണകക്ഷിയിൽപ്പെട്ട ഒരാളായിരിക്കും എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ സംഭവിച്ച ഇത് ഒരാൾ മാത്രമാണോ, ഗാങ് റേപ്പ് ആണോ? ഇതിനകത്ത് പോലീസിന്റെ സ്വഭാവം എന്തുകൊണ്ട് ഇരകളോടൊപ്പം നിൽക്കേണ്ട പോലീസുകാർ ഇത്തരം കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ താമസം വരുത്തുന്നു, കുട്ടിയെ വിമർശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ജനത്തിന് സംശയം വരുന്നത്, ജനരോഷം ആളിക്കത്തുന്നത്. ഇതിനകത്ത് കൽക്കട്ട പോലീസും പശ്ചിമ ബംഗാൾ ഭരണത്തിലിരിക്കുന്ന മമതാ ബാനർജി ഗവൺമെന്റും ഒക്കെ ഇതിനകത്ത് ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത്, ഇപ്പൊ ആ കുട്ടിയിൽ നിന്ന് 130 ഗ്രാം സെമൻ കണ്ടെത്തി എന്ന് പറയുന്നു. അപ്പം അതൊരാളല്ല, അതുകൊണ്ട് തന്നെ ഒരാളല്ല എന്നുള്ളൊരു ഭയങ്കരമായ ജനങ്ങളുടെ ഇടയിൽ സംശയവും ഒക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ കേസ് CBIയുടെ കയ്യിലാണ്. CBI വന്ന ശേഷവും മമതാ ബാനർജിയുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ CBIയെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലാണ്. CBIക്കെതിരെയൊക്കെയാണ് അവർ ആഞ്ഞടിക്കുന്നത്. CBI എത്രയും പെട്ടെന്ന് ചെയ്യണം, എത്രയും പെട്ടെന്ന് തൂക്കിക്കൊരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി നിയമം നന്നായിട്ട് അറിയാവുന്ന ഒരാളിൽ നിന്ന് രാഷ്ട്രീയപരമായ സ്റ്റേറ്റ്മെന്റ്, ഇത് പൊളിറ്റിക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനകത്ത് സംഭവിക്കുന്നത് ഒരു കുട്ടിക്ക്, ഒരു കുടുംബത്തിൽ സംഭവിച്ച, ഒരു വിക്ടിമിൽ സംഭവിച്ച ഇതിനകത്ത് ഇരയോടൊപ്പം നിൽക്കുന്നതിന് പകരം ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത് എന്ന് കാര്യങ്ങളിലോട്ട് സംശയങ്ങൾ എത്തുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ, സാധാരണഗതിയിൽ മമതാ ബാനർജിയെ പോലെ, ദീദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മമതാ ബാനർജിയെ പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പോലീസ് ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടി എന്തുകൊണ്ട് രാത്രി ഇത്ര മണിക്ക് സെമിനാർ ഹാളിൽ പോയി എന്നുള്ള ചോദ്യം വരുമ്പോൾ അതൊരു പുരുഷാധിപത്യപരമായ ചോദ്യമാണ് എന്ന് പറഞ്ഞ് സിംഹഗർജനം മുഴക്കിയതിൻ്റെ ചരിത്രമുള്ള വ്യക്തിത്വമാണ് മഹാശ്വേത ദേവിയുടെ കാലത്തൊക്കെ മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ മമതാ ബാനർജി പ്രതിരോധത്തിലാണെങ്കിൽ പോലും അതിനേക്കാൾ വലിയ മൗനമായിട്ട് എനിക്ക് തോന്നുന്നത് മഹുവ മൊയ്ത്രയുടെ മൗനമാണ്. മഹുവ മൊയ്ത്ര ഈ വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരെ പോലും എക്സിൽ നിന്നും മറ്റുമൊക്കെ അൺഫ്രണ്ട് ചെയ്യുന്ന കാഴ്ചയും വരുന്നുണ്ട്. മഹുവ മൊയ്ത്രയുടെ മൗനം ഇതിൽ വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ലേ? ബലാത്സംഗം പോലുള്ള കുറ്റങ്ങൾ നടക്കുമ്പോൾ പോലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായ വനിതകൾ പോലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ലൈൻ അനുസരിച്ചാണ് തീരുമാനങ്ങളും അവരുടെ മൗനവും അവരുടെ അറ്റാക്കിംഗ് രീതികളും ഒക്കെ വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ നാണക്കേടാണ്. വനിതാ നേതാക്കൾ വരെ ഇങ്ങനൊരു ബലാത്സംഗവും കൊലപാതകവും നടന്നിട്ട് പോലും അവരതിനകത്ത്
രാഷ്ട്രീയത്തിൽ അവരുടെ പാർട്ടിയുടെ സ്റ്റാൻഡ് അറിയുന്നത് വരെ അവര് നിശബ്ദരായി ഇരിക്കുന്നു എന്ന് പറയുന്നത് നിന്ന് തന്നെ ഇവരൊക്കെ എന്തൊക്കെ രാഷ്ട്രീയപരമായ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് വളരെ വേദനിപ്പിക്കുന്നതാണ്. മഹുവ മൊയ്ത്ര ആയാലും സാഗരിക ഘോഷ് ആയാലും പ്രതിപക്ഷ തൃണമൂൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആളുകൾ വനിതാ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു വനിതയ്ക്കാണ് ഈ പ്രശ്നം സംഭവം, ഒരു പെൺകുട്ടി. അത് ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ സമരം, ഡോക്ടർമാരുടെ സമരം ദേശീയ തലത്തിൽ ഇളകിത്തിരിച്ചിരിക്കുന്നത്. പല ഹോസ്പിറ്റലുകളിലും ഡ്യൂട്ടി ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള, പ്രത്യേകിച്ച് വനിതകൾക്കുള്ള റെസ്റ്റ് റൂമുകൾ പോലുമില്ല. ഇപ്പൊ മനുഷ്യജീവൻ രക്ഷിക്കാൻ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള റെസ്റ്റ് റൂം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഈ പെൺകുട്ടി സെമിനാർ ഹാളിൽ പോയി കിടക്കേണ്ടത്, ഭക്ഷണം കഴിക്കുകയും ഡ്യൂട്ടിക്ക് ശേഷം അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്ന പോലും കൃത്യതയില്ലാത്തതാണ്. അപ്പം ഒരു ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം അവര് സെമിനാർ ഹാളിൽ പോയി കൂട്ടുകാരികളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും പിന്നീട് അവർ അവിടെ തന്നെ കിടന്നിറങ്ങുകയും 3 മണി വരെ അവരവിടെ ഉണ്ടായിരുന്നതായി CCTV വിഷ്വൽസിലുണ്ട്. 4 മണിക്കോ മറ്റോ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 7 മണിക്കാണ് പോലീസ് എത്തുന്നത്. അല്ലെ, പോലീസ് 7 മണിക്ക് എത്തുന്നതിന്റെ മാത്രമല്ല പ്രശ്നം, ഇത് പോലീസ് ഉൾപ്പെടെയുള്ളവർ ആദ്യം ഇത് സൂയിസൈഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ഇത് ലേഡി ഡോക്ടർ സൂയിസൈഡ് നടത്തിയതാണ്, ആത്മഹത്യ നടത്തിയതാണെന്ന് ഡിക്ലെയർ ചെയ്യാനാണ് ശ്രമിച്ചത്. അവർ പിന്നീടാണ് അവരുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും മുറിവുകളും ചതവുകളും ഒക്കെ കണ്ടിട്ടാണ് ഇതിനകത്ത് ആത്മഹത്യയല്ല ബലാത്സംഗ ശ്രമമാണ്, അവരെ ക്രൂരമായി ഇപ്പോഴും അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെ മാത്രമാണ്. അപ്പം അയാളെ ചോദ്യം ചെയ്താൽ അറിയാം കൂടുതൽ മറ്റുള്ളവരുണ്ടോ എന്ന്. ഇപ്പോൾ നമ്മൾ വാർത്തകൾ കാണുന്നതും പലരുടെയും പോസ്റ്റുകളിലും കാണുന്ന ആ കുട്ടിയുടെ ശരീരഭാഗത്തിനകത്ത് കാണുന്ന സെമൻ 130 ഗ്രാമോളം ഉണ്ടെന്ന്, അതൊക്കെ എത്രയാണെന്ന് അറിയില്ല. CBI ഇപ്പോൾ അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. ഇതിനകത്ത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയപരമായി കാണാതെ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുത്ത് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടിയിരുന്നത്. പക്ഷെ ഇന്നലത്തെ സമരത്തിനകത്ത് വന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ വന്ന് ഒരു കൂട്ടം ആളുകൾ, അത് തൃണമൂൽ കോൺഗ്രസ് അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല, ഭരണത്തിലിരിക്കുന്ന എന്ന് നമ്മൾ പേര് പറഞ്ഞ് തന്നെ പറയാം, കാര്യം നമ്മൾ വെറുതെ പേര് പറയാതിരുന്ന് പോകുന്നതിനകത്ത് കാര്യമില്ല. ഈ സമരം ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ സമരമുണ്ട്, BJP-ക്കാരുടെ ആളുകളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ആ സമരപ്പന്തലിലോട്ട് ഇടിച്ചു കയറി ആക്രമണം നടത്തുന്നതിന്റെ ആരാണ്, അവിടെയാണ് ഗവൺമെന്റ് പരാജയപ്പെടുന്നത്. ആളുകളൊക്കെ രാഷ്ട്രീയപരമായി ചിന്തിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയപരമായി ചിന്തിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിന്ന് തോന്നിയത്, അത് ശരിയാണോ എന്നറിയില്ല, രാഹുൽ ഗാന്ധി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഉന്നാവിലും കട്വയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള, ഹാത്രസിലൊക്കെ ഉണ്ടായിട്ടുള്ളതിന് സമാനമായ ഒന്ന് എന്നുള്ള നിലയ്ക്കും അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിന് പങ്കുണ്ട് എന്നുള്ള നിലയ്ക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ പങ്കാളിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള കാര്യം മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയും വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട് രാഹുൽ ഗാന്ധി. അതിനെങ്ങനെ കാണുന്നു? അല്ല, അത് ആര് ചെയ്താലും സത്യം, നല്ലൊരു കാര്യം ഒരാൾ ചെയ്യുന്നതിനകത്ത് നമ്മൾ അതിനകത്ത് രാഷ്ട്രീയം കാണുകയേ ചെയ്യരുത്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് തന്നെ അതൊരു പോസിറ്റീവായ കാര്യമാണ്. ഇതിനകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങളിലും ആവശ്യമില്ലാത്ത രാഷ്ട്രീയം ആളുകൾ വലിച്ചഴക്കും. വലിയ പ്രതിഷേധം, ഡൽഹിയിലെ നിർഭയ കേസായാലും ഹത്രാസിലെ കേസ് ആയാലും ഇതൊക്കെ പെട്ടെന്നുണ്ടാവുന്ന ഇങ്ങനത്തെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് ചില പ്രശ്നങ്ങൾ ജനങ്ങളിൽ രൂക്ഷത വരുന്നതിന്റെ കാരണം ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളാണ്. ഈ പർട്ടിക്കുലർ പ്രശ്നം കൽക്കട്ടയിലെ തന്നെ ആദ്യം ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ശ്രമിക്കുന്ന രീതി വന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കളോടൊക്കെ അത് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലും കോളേജ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് എന്തിനാണ് ആ ഹാളിൽ പോയി കിടന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ജനത്തിന്റെ രോഷമാണ്. പിന്നീട് ഒരാളിൽ മാത്രം കേസ് ഒതുങ്ങുന്നതായി ജനത്തിന് തോന്നി. അപ്പം പിന്നീട് പറയപ്പെട്ടു ഏതോ വലിയ ആളുകളുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത് എന്ന് പറയുന്നു. അതൊക്കെ ഇന്ത്യയിൽ പല കാര്യങ്ങളിലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്.
ഈ ഒരു പ്രശ്നത്തിൽ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരണം നടന്നു കഴിഞ്ഞോ, അതോ ജനകീയമായ പ്രക്ഷോഭത്തിന് ഇപ്പോൾ നിർഭയ കേസിലൊക്കെ ഉണ്ടായതുപോലെ രാജ്യവ്യാപകമായ ഒരു ജനകീയ മുന്നേറ്റത്തിന്, രാഷ്ട്രീയ കക്ഷി ഭേദങ്ങളില്ലാത്ത ഒരു മുന്നേറ്റത്തിന് ഇനിയും സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിട്ട് ഇടതുപക്ഷത്തിന്, CPM-ന് വലിയ രീതിയിൽ ഉണർവോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടാവുന്നതാണ്. പക്ഷെ കൂടുതൽ ഇടപെട്ട് കാണുന്നത് ABVP-യോ അല്ലെങ്കിൽ BJP-യോ ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ രണ്ട് കക്ഷികളുടെ സംഘം ചേർന്നുള്ള പ്രവർത്തനമല്ലാതെ ജനകീയമായൊരു മുന്നേറ്റത്തിന് ഇനിയും ഒരു സാധ്യതയുണ്ടോ അവിടെ? ഒരു ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഇന്നലെ പിൻവലിച്ചിരുന്ന ഓൾ ഇന്ത്യ ഡോക്ടേഴ്സ് റെസിഡന്റ് ഡോക്ടേഴ്സ് സ്ട്രൈക്ക് വീണ്ടും അവർ തുടങ്ങാൻ തീരുമാനിച്ചു. ഇന്നലെ രാത്രി അവരുടെ പന്തൽ കയറി അടിച്ചതിനെ തുടർന്ന് അപ്പം ഈ ഡോക്ടർമാർ ഓൾ ഇന്ത്യ തലത്തിൽ റെസിഡൻഷ്യൽ ഡോക്ടർമാരുടെ സമരം നടത്തും. റെസിഡൻഷ്യൽ ഡോക്ടർമാരാണ് സാധാരണ ഗതിയിൽ ഓരോ ഗവൺമെന്റ് ആശുപത്രികളുടെയും മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷനും റെസിഡൻഷ്യൽ ഡോക്ടേഴ്സ് അസോസിയേഷനും പിന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഒക്കെ തന്നെയാണ് ഒരു സർക്കാർ ആശുപത്രിയെ ഓടിക്കുന്നതിലെ പ്രധാന പങ്കാളികൾ. അപ്പൊ അവർ ദേശീയ തലത്തിൽ സമരത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ട് അവർ ഈ സമരത്തിലോട്ട് പോകുന്നത്? അവരുടെ സമരത്തെ അറ്റാക്ക് ചെയ്യും. ഇത് സാധാരണഗതിയിൽ ഡോക്ടർമാരുടെ സമരത്തെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്നതും രാജ്യത്തിന് തന്നെ നാണക്കേടാവുന്ന ചില കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് CBI ഇതിനകത്ത് ആക്ഷൻ എടുത്ത് സത്യം പുറത്തു വരട്ടെ. പിന്നീട് ബാക്കി കോടതി എന്ത് ചെയ്യണം എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. CBI ആദ്യമായിട്ട് തെളിവുകൾ നടക്കട്ടെ. ഇതിനകത്ത് ഈ അറ്റാക്ക് നടത്തിയത് ഇപ്പോൾ തെളിവ് നശിപ്പിക്കാനാണ് എന്ന് പോലും പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വലിയ തെളിവുകളുടെ കാര്യമല്ല. ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളിൽ നിന്നുള്ള മൊഴികളും ഒക്കെ നോക്കണം. ജുഡീഷ്യറിയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ സന്ദർഭത്തിനൊത്ത് ഉണരേണ്ടതാണ്. അതെ, CBIയുടെ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ വളരെയധികം ജാഗ്രതയോടുകൂടി സാഗൂതം നിരീക്ഷിക്കുകയും വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ശ്രീ ജെ ഗോപീഷൻ, പൈനീറിൻ്റെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ, സഹകരിച്ചതിന്. ദേശാഭിമാനി